നമ്മൾ നമ്മളുടെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു അപ്ലിക്കേഷൻ, വെബ് അപ്ലിക്കേഷൻ നമ്മൾ എന്ത് ചെയ്തു, എൻജിനിക്സിൽ ഹോസ്റ്റ് ചെയ്തു. അതിൻ്റെ ഓൺ ഇമേജ്, ഡോക്കർ ഇമേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഡോക്കർ കണ്ടെയ്നറായിട്ട് നമ്മൾ റൺ ചെയ്തു. നമുക്ക് ബ്രൗസറിൽ അവൈലബിൾ ആയിരുന്നു. ഓക്കെ, അപ്പോൾ എൻജിനിക്സ് എങ്ങനെ നമ്മൾ ഡോക്കറൈസ് ചെയ്ത് നമ്മുടെ ആ ഒരു കസ്റ്റം അപ്ലിക്കേഷൻ നമ്മൾ എങ്ങനെ ഒരു ഡോക്കർ ഇമേജ് ആയിട്ട് കീപ്പ് ചെയ്ത് അതെല്ലാം നമ്മൾ ചെയ്ത് നോക്കിയാണ്. ഡോക്കർ ഫയൽ എല്ലാം ക്രിയേറ്റ് ചെയ്തത്. ഡോക്കർ ഇമേജസ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഓൺ മൈ ആപ്പ് v1 എന്നുള്ള ടാഗ് നെയിം നമ്മൾ കൊടുത്തിട്ടുള്ള നമ്മുടെ സ്വന്തം എൻജിനിക്സിൻ്റെ ഇമേജ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തുണ്ട്, എൻജിനിക്സ് മാത്രമല്ല അല്ലേ, നമ്മുടെ അപ്ലിക്കേഷൻ ഉണ്ട്, അപ്ലിക്കേഷൻ്റെ കോഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രൗസറിൽ എന്തായിരുന്നു, നമ്മുടെ അപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു നോക്കിയതാണ്. ഇപ്പോൾ ഡോക്കർ പി എസ് അടിച്ചു കഴിഞ്ഞാൽ ഡോക്കർ പി എസ്, ഓക്കെ, മൈ ആപ്പ് ഇവിടെ സ്റ്റിൽ എന്താണ്, റണ്ണിങ് ആണ്. ഒരുപാട് ടൈമായിട്ട് അത് എന്താണ്, റണ്ണിങ് തന്നെയാണ്. ഞാനത് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡോക്കർ സ്റ്റോപ്പ് ചെയ്തു. അതുപോലെ തന്നെ അത് റിമൂവും ചെയ്യുന്നുണ്ട്. നമ്മൾ ഇനിയും നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, എങ്ങനെ ഈ ഡോക്കർ ഫയൽ ചെയ്യുന്നത് കാര്യങ്ങളിൽ വീണ്ടും ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ, ഒരു ജാങ്കോ അപ്ലിക്കേഷനും ജാവ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡോക്കറൈസ് ചെയ്ത് നോക്കാം. അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, സെപ്പറേറ്റ് ഞാനൊരു പ്രൊജക്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. CD പ്രൊജക്ട്സിൻ്റെ അണ്ടറിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്ന് ചെയ്ത് നോക്കാം. നമ്മളുടെ ബാഷ് ഓപ്സിൻ്റെ ഗിറ്റബിൽ വന്നു കഴിഞ്ഞാൽ റെപ്പോസിറ്ററീസ് ഇവിടെ എന്തുണ്ടായിരിക്കും, സിമ്പിളായിട്ടുള്ള ഒരു ജാവ കണ്ടോ, ജാവ സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെപ്പോ ഉണ്ട്. അതിൻ്റെ അകത്ത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ചെറിയ ഒരു ജാവ പ്രോഗ്രാം ഉണ്ട്. ഓക്കെ, അതായത് ഹലോ ബാഷ് ഓപ്സ് ലെറ്റ്സ് ലേൺ ഡോക്കർ എന്ന് പറയുന്ന ചെറിയ രീതിയിലുള്ള ഒരു ജാവ പ്രോഗ്രാം ഉണ്ട്. ഇത് നമുക്ക് എങ്ങനെ ഡോക്കറൈസ് ചെയ്യാം, ഇത് നമ്മളുടെ ഒരു അപ്ലിക്കേഷനാണ്. നമുക്ക് എങ്ങനെ ഒരു ഡോക്കർ ഫയൽ ഉപയോഗിച്ചിട്ട് ഡോക്കർ ഇമേജ് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ അത് നമ്മളൊരു കണ്ടെയ്നറായിട്ട് റൺ ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ ഒരു അപ്ലിക്കേഷൻ ഞാൻ എൻ്റെ സെർവറിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, ക്ലോൺ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഗിറ്റ് ക്ലോൺ. ഓക്കെ, LS അടിച്ച് കഴിഞ്ഞാൽ കണ്ടോ, ജാവ സാമ്പിൾ എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു പ്രൊജക്റ്റ് എൻ്റെ ലോക്കൽ മെഷീനിൽ എത്തിയിട്ടുണ്ട്. ജാവ സാമ്പിളിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ SRC എന്ന് പറയുന്ന ഒരു ഡയറക്ടറി ഉണ്ട്. SRCയുടെ അകത്താണ് എന്ത് വരുന്നത്, LS അടിച്ച് കഴിഞ്ഞാൽ മെയിൻ ഡോട്ട് ജാവ എന്ന് പറയുന്ന നമ്മുടെ ജാവ പ്രോഗ്രാമിൻ്റെ ഒരു ഫയൽ വരുന്നത്. കാറ്റ് മെയിൻ ഡോട്ട് ജാവ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ആ ഒരു ചെറിയ ഒരു കാര്യം, ഇത് മാത്രം ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക എന്നതാണ് ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഞാൻ CD എന്ത് ചെയ്തു, ഈ ഒരു ഡയറക്ടറിയിൽ വന്നു. കണ്ടോ, ജാവ സാമ്പിൾ എന്ന് പറയുന്ന ആ ഒരു പ്രൊജക്റ്റ് ഡയറക്ടറിയിൽ വന്നു. ഞാൻ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഡോക്കർ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഡോക്കർ ഫയൽ. അപ്പോൾ നമുക്കറിയാം ബേസ് ഇമേജ് നമുക്ക് കൊടുക്കണം അല്ലേ. ഏറ്റവും ഫസ്റ്റ് വേണ്ട എന്താണ്, ബേസ് ഇമേജ് നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഓപ്പൺ JDK. ഓക്കെ, JDK മീൻസ് ജാവ ഡെവലപ്മെൻറ്റ് കിറ്റ് ആണ്. അതിൻ്റെ 70th വേർഷൻ JDK ആൽപൈൻ അവൈലബിൾ ആണ്. ഓക്കെ, ആൽപൈൻ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ഡോക്കർ ഹബിലൊക്കെ വന്ന് ജസ്റ്റ് ഓപ്പൺ JDK സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ JDK അവൈലബിൾ ആയിരിക്കും. ഉണ്ടോ, ഓപ്പൺ JDK അവൈലബിൾ ആണ്. ഇവിടെ ഏത് വെർഷനാണ് നിങ്ങൾക്ക് വേണ്ടി, സ്ലിം ആണെങ്കിൽ സ്ലിം, അതല്ല ഏതെങ്കിലും സ്പെസിഫിക് വെർഷൻ വേണമെന്നുണ്ടെങ്കിൽ സ്പെസിഫിക് വെർഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഡോക്കർ ഫയൽ കൊടുക്കുന്നത് പോസിബിൾ ആണ്. നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വർക്കിംഗ് ഡയറക്ടറി ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ എൻജിനിക്സിൻ്റെ ഡോക്കർ ഫയൽ ക്രിയേറ്റ് ചെയ്ത സെയിം കാര്യങ്ങൾ തന്നെയാണ്, ചെറിയ ചെറിയ ഡിഫറൻസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരത്തുള്ളൂ. ബാക്കി കീവേഡ്സ് കാര്യങ്ങളൊക്കെ ഇത് തന്നെയാണ്. ഓക്കെ, വർക്ക് ഡയറക്ടറി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ആപ്പ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറിയാണ് ഞാൻ വർക്കിംഗ് ഡയറക്ടറി ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. നമ്മുടെ കണ്ടെയ്നറിൻ്റെ അകത്താണ്. ഓക്കെ, അപ്പോൾ കണ്ടെയ്നറിൻ്റെ അകത്ത് ആപ്പ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറി ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഡോക്കർ ഫയൽ എക്സിക്യൂട്ട് ആവുന്ന ടൈമിൽ ഒരു എന്താ പറയുക, ഡയറക്ടറി അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്യും, ഈ വർക്ക് ഡയറക്ടറി എന്നുള്ള ഈ ഒരു കീവേഡ് ഉപയോഗിച്ചിട്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, നമ്മളുടെ കോപ്പി. ഓക്കെ, എന്ത് കോപ്പി ചെയ്യണം, നമുക്ക് നമ്മളുടെ മെയിൻ ഡോട്ട് ജാവ എന്ന് പറയുന്ന നമ്മളുടെ ഈ ഒരു പ്രോഗ്രാം, ഓക്കെ, SRC എന്ന് പറയുന്ന ഫോൾഡറിലുള്ള ഈ ഒരു ജാവ ഫയൽ നമുക്ക് എന്ത് ചെയ്യണം, കണ്ടെയ്നറിൻ്റെ അകത്തോട്ട്, അതാണ് നമ്മുടെ സോഴ്സ് കോഡ് അല്ലേ, അത് കണ്ടെയ്നറിൻ്റെ അകത്തോട്ട് നമുക്ക് എന്ത് ചെയ്യണം, കോപ്പി ചെയ്യണം. അപ്പോൾ കോപ്പി ചെയ്യാൻ ആദ്യം നമ്മൾ നോക്കേണ്ടത്
നമ്മുടെ ആ ഫയൽ എവിടെയാണ് കിടക്കുന്നതെന്നാണ്. ഓക്കെ, LS അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം? SRC. അപ്പോൾ SRCക്ക് അകത്താണ് എന്ത് കിടക്കുന്നത്? main.java എന്ന് പറയുന്ന ഫയൽ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കോപ്പി എന്ത് കൊടുക്കുന്നുണ്ട്? കോപ്പി SRC main.java. ഓക്കെ, അതെനിക്ക് എങ്ങോട്ടാണ് കോപ്പി ചെയ്യേണ്ടത്? കണ്ടെയ്നറിൻ്റെ അകത്തുള്ള ആപ്പ് എന്ന ഡയറക്ടറിക്ക് അകത്ത് എനിക്ക് എന്ത് ചെയ്യണം? സെയിം നെയിമിൽ main.java എന്ന പേരിൽ എനിക്ക് എന്ത് ചെയ്യണം? കോപ്പി ചെയ്യണം. അത് ഞാൻ പറഞ്ഞു കൊടുത്തു. നെക്സ്റ്റ് ഞാൻ ഉപയോഗിക്കുന്നത് പുതിയൊരു കീവേഡാണ്, റൺ എന്ന് പറയുന്ന കീവേഡ്. ഇത് നമ്മൾ എൻജിനിക്സ് ഡോക്കർ ഫയൽ ചെയ്ത ടൈമിൽ നമ്മൾ യൂസ് ചെയ്യാത്തൊരു കീവേഡാണ്. ഇത് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ കണ്ടെയ്നറിൻ്റെ അകത്ത് നമുക്ക് ഷെൽ കമാൻഡുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ആപ്റ്റ് അപ്ഡേറ്റ് അടിക്കാറുണ്ടല്ലേ, അപ്പോൾ റൺ ആപ്റ്റ് അപ്ഡേറ്റ്, അതല്ല എന്നുണ്ടെങ്കിൽ റൺ ആപ്റ്റ് അപ്ഗ്രേഡ്, ഇത്തരം കാര്യങ്ങളൊക്കെ. അല്ലാന്നുണ്ടെങ്കിൽ റൺ എനിക്ക് എന്ത് ചെയ്യണം? വേറെ എന്തെങ്കിലും ആപ്റ്റ് ഇൻസ്റ്റാൾ എന്തെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? റൺ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ റൺ കീവേഡ് ഉപയോഗിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ജാവ പ്രോഗ്രാമിനെ കമ്പൈൽ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി JavaC main.java എന്ന് പറയുന്ന നമ്മുടെ ജാവ ഫയലിനെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? കമ്പൈൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കമ്പൈലേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിന് അല്ലാണ്ട് സെർവറുകൾക്ക് മനസ്സിലാവുന്ന ഒരു ലാംഗ്വേജ് ഉണ്ട്. അതായത് നമ്മൾ ബൈറ്റ് ലാംഗ്വേജ് എന്നൊക്കെ പറയും. അതായത് 0, 1 ഈ 2 ഡിജിറ്റ് മാത്രമേ നമ്മളുടെ കമ്പ്യൂട്ടറിനും മെഷീനുകൾക്കൊക്കെ മനസ്സിലാവുള്ളൂ. 0, 1, 1, 0 നമ്മൾ കൊടുക്കുന്ന എന്ത് ടാസ്കും പ്രോസസ്സൊക്കെ ഈ ഒരു സീക്വൻസിലായിരിക്കും നമ്മുടെ കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നത്? അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ജാവ എന്ന് പറയുന്നതും C++ എന്ന് പറയുന്നതൊക്കെ എന്താണ്? ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അപ്പോൾ ഇതിനെ നമ്മൾക്ക് എന്ത് ചെയ്യണം? ഒരു ലോ ലെവൽ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യണം, അല്ലാതെ ട്രാൻസ്ലേറ്റ് ചെയ്യണം. ലോ ലെവൽ ലാംഗ്വേജ് മീൻസ് 0, 1, 1, 0 എന്നൊക്കെ പറയുന്ന കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ആ ലാംഗ്വേജിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം. എന്നാലേ നമ്മളുടെ സെർവറിന് അല്ലാണ്ട് നമ്മുടെ മെഷീൻ എന്ത് മനസ്സിലാവുള്ളൂ? ജാവയിൽ എഴുതിയിട്ടുള്ളത് ഹലോ ബാഷ് ഓപ്സ് ലെറ്റ്സ് ലേൺ ഡോക്കർ എന്നുള്ളത് ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണെന്ന് മനസ്സിലാക്കണമെന്ന് നമ്മൾ എന്ത് ചെയ്യണം? ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? ഒരാൾ ഇംഗ്ലീഷിലുള്ള ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കാൻ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും അല്ലേ? അതുപോലെ ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ ജാവ എന്ന് പറയുന്ന പ്രോഗ്രാമിനെ ജസ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ലോ ലെവൽ ലാംഗ്വേജിലോട്ട്. അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കമാൻഡാണ് JavaC എന്ന് പറയുന്നത്. അപ്പോൾ JavaC main.java. നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നത്? CMDക്ക് അകത്താണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മെയിനായിട്ട് ഈ ഒരു പ്രോഗ്രാം എന്താണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ആർഗ്യുമെൻറ്റ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ CMD എപ്പോഴും എഴുതുമ്പോൾ ഓരോ കീവേഡും നമ്മൾ ഡബിൾ കോട്ട്സിൻ്റെ അകത്താണ് എഴുതുക. അപ്പോൾ ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ജാവ. ഓക്കെ, ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്തു, അത് സെപ്പറേറ്റ് ചെയ്യാൻ ഒരു കോമ ഇട്ടു, വീണ്ടും ഞാൻ ഡബിൾ കോട്ട്സ് ഓൺ ആക്കിയിട്ട് അതിൻ്റെ അകത്ത് മെയിൻ, നമ്മുടെ ഈ ഒരു ഫയലിൻ്റെ ഒരു മെയിൻ ഞാൻ എന്ത് ചെയ്തു? അവിടെ പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു? CMD ക്ലോസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് മേ ബി ഡൗട്ട് ഉണ്ടായിരിക്കും, CMD ഒക്കെ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്, ഇത് എങ്ങനെ ഇങ്ങനെ ജാവ മെയിൻ ആണെന്നൊക്കെ മനസ്സിലായെന്ന്. ശരിക്കും നമ്മൾ ഡോക്കർ ഹബിലൊക്കെ വന്നിട്ട് ഏതെങ്കിലും ഒരു ഇമേജ് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ താഴോട്ടും കൂടി ചെറുതായിട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ കഴിയും. ഓക്കെ, അതായത് എന്താണ് OpenJDK എന്ന് പറയുന്നത്, അതുപോലെ നമുക്ക് എങ്ങനെ വേണം ഈ ഇമേജ് യൂസ് ചെയ്യേണ്ടത്, എന്തെങ്കിലും എൻവയോൺമെൻറ്റ് വേരിയബിൾസ് യൂസ് ചെയ്യണം. അപ്പോൾ MySQL ആവട്ടെ, പോസ്റ്റ്ഗ്രസ് ആവട്ടെ, ഇതൊക്കെ നിങ്ങൾ ഡോക്കർ ഹബിൽ കയറിയിട്ട് ഓരോ ഇമേജ് പുൾ ചെയ്യുമ്പോൾ അതിൻ്റെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റേഷൻ തന്നെ അവിടെ ഉണ്ട്. കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് കാണാം ഫ്രം എന്താ യൂസ് ചെയ്തിട്ടുള്ളത്? ഒരു സാമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്രം OpenJDK 11 എന്ന് പറയുന്ന വേർഷനാണ് യൂസ് ചെയ്യുന്നത്. കോപ്പി, അതായത് കറൻറ്റ് ഡയറക്ടറിലുള്ള എല്ലാ സോഴ്സ് കോഡും എല്ലാ കാര്യങ്ങളും ഈ ഒരു പാത്തിലോട്ട് കോപ്പി ചെയ്യുന്നുണ്ട്. വർക്ക് ഡയറക്ടറി ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. കണ്ടോ, റൺ ഉപയോഗിച്ചിട്ട് JavaC main.java എന്ന് പറയുന്ന ആ ഒരു കമ്പൈലേഷൻ അവിടെ നടക്കുന്നുണ്ട്. CMDക്ക് അകത്ത് എഴുതിയത് കണ്ടോ? ഓക്കെ, അപ്പോൾ എല്ലാത്തിലും നിങ്ങൾ കയറി നോക്കി. അപ്പോൾ നമ്മൾ എൻജിനിക്സിൻ്റെ CMD എന്താ എഴുതിയത്? എൻജിനിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് -G ഡീമൻ ഓഫ്. അപ്പോൾ അതും നിങ്ങൾക്ക് എൻജിനിക്സിൻ്റെ ഡോക്യുമെൻറ്റേഷനിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ് ഞാനിവിടെ കൊടുത്തത്. ഞാൻ എന്ത് ചെയ്യുന്നത്? ഈ ഫയൽ സേവ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡോക്കർ ഫയൽ, അതായത് ഡോക്കർ ഇമേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് നമ്മൾ എഴുതി. നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഡോക്കർ ബിൽഡ് -T എന്ത് പേര് കൊടുക്കാം? ജാവ ആപ്പ് എന്ന് കൊടുക്കുന്നുണ്ട്. V1 വേർഷൻ 1 എന്നുള്ള രീതിയിൽ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ ഡോക്കർ ഫയൽ എവിടെയാണ് എന്ന് മെൻഷൻ ചെയ്യണം. ഇപ്പോൾ ഡോക്കർ ഫയൽ ആസ് ഓഫ് നൗ ഈ ഒരു സെയിം ഫോൾഡർ തന്നെ ആയതുകൊണ്ട് ഞാൻ എന്താ കൊടുക്കുന്നത്? ഇവിടെ ഡോട്ട് എന്ന് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഇവിടെ കാണാം നമ്മളുടെ ഇമേജ് എന്ത് ചെയ്യുന്നുണ്ട്, ബിൽഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ ബിൽഡ് ചെയ്ത് കംപ്ലീറ്റ് ആയി. ഡോക്കർ ഇമേജസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം, നമ്മളുടെ ജാവ ആപ്പ് V1 വേർഷൻ 1 എന്നുള്ള രീതിയിൽ നമ്മൾ ടാഗ് നെയിം കൊടുത്ത് നമ്മളുടെ സ്വന്തം ഇമേജ് കാണാം. ഇനി ഞാനിത് എന്താ ചെയ്യുന്നത്, ഡോക്കർ റൺ -d ഡിറ്റാച്ച്ഡ് മോഡിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ജാവ ആപ്പ് V1 എന്ന് പറയുന്നത് ജസ്റ്റ് റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, റൺ ചെയ്ത് കഴിഞ്ഞു. ഡോക്കർ PS വന്നാൽ ഇവിടെ കാണുന്നില്ല അല്ലേ, ഡോക്കർ PS-A വന്നു കഴിഞ്ഞാൽ ഓക്കെ, നമ്മളുടെ ജാവ ആപ്പ് എന്തായിട്ടുണ്ട് 8 seconds ago നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ 7 seconds ago അത് എക്സിറ്റ് ആയിട്ടുണ്ട്. 1 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അത് എന്ത് എക്സിറ്റ് ആയി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ എക്സിക്യൂട്ട് ചെയ്തത് എന്താണ്, ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. ഓക്കെ, ഇത് നമ്മളൊരു വെബ് സെർവറിൽ കൊണ്ടുപോയിട്ട് ഡിപ്ലോയ് ചെയ്തിട്ടില്ല, അല്ലാതെ ഏതെങ്കിലും ഒരു ഫ്രെയിം വർക്ക് യൂസ് ചെയ്തിട്ടില്ല, ഒന്നുമില്ല. സിമ്പിൾ ഒരു main.java ഫയൽ ആയതുകൊണ്ട് തന്നെ അതിൽ ചെറിയൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഈ ഒരു പരിപാടി മാത്രം പുള്ളിക്കാരന് ചെയ്യാനുള്ളൂ. ശരിക്ക് അത് 1 സെക്കൻഡ് കൊണ്ട് ചെയ്തിട്ട് പുള്ളിക്കാരൻ എക്സിറ്റ് ആയതാണ്. അത് നമുക്കിനി എങ്ങനെ കാണാമെന്ന് നോക്കാം. ഞാനിവിടെ ഡോക്കർ ലോഗ്സ് എടുക്കുന്നുണ്ട്. ഡോക്കർ ലോഗ്സിൽ എന്താണ് അവിടെ നടന്ന ഒരു ലോഗ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഹലോ ബാഷ് ഓപ്സ് ലെറ്റ്സ് ലേൺ ഡോക്കർ കറൻറ്റ് ഡേറ്റ്, ഇപ്പോഴത്തെ ഡേറ്റ്, കാര്യങ്ങൾ, ഏത് ഇയർ ആണെന്നുള്ളതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രോപ്പറായിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ റൺ ആയിട്ടുണ്ട്. അതിൻ്റെ ലോഗ്സ് നോക്കിയപ്പോൾ പ്രോപ്പറായിട്ട് ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അതൊരു ബ്രൗസറിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്രെയിം വർക്കോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വെബ് സെർവറോ കാര്യങ്ങളിലൊന്നും നമ്മൾ ഡിപ്ലോയ് ചെയ്യാത്തത് കൊണ്ടാണ് അത് ഇത്ര പെട്ടെന്ന് എന്തായത് എക്സിറ്റ് ആയി പോയത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു ജാവ ആപ്ലിക്കേഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ജാവ പ്രോഗ്രാം എങ്ങനെ ഡോക്കർ ഫയൽ ചെയ്യാം, അതല്ല അതുപോലെ തന്നെ എൻജിനിക്സ്, നമ്മുടെ കസ്റ്റം എൻജിനിക്സ് നമ്മുടെ എങ്ങനെ ഡോക്കർ ഫയൽ ചെയ്യുക എന്നുള്ളത് നോക്കിക്കഴിഞ്ഞു അല്ലേ. ഇനിയും നിങ്ങൾക്ക് സ്റ്റിൽ ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡെയിലി സെഷനിൽ നമ്മൾ ജാങ്കോ പ്രൊജക്റ്റ് ചെയ്തിരുന്നു അല്ലേ, ഒരു ട്രാവൽ ആപ്പിൻ്റെ ഒരു സാമ്പിൾ ആയിട്ടുള്ള ഒരു ജാങ്കോ പ്രൊജക്റ്റ് ചെയ്തിരുന്നു. ആ ജാങ്കോ പ്രൊജക്റ്റ് എങ്ങനെ നമുക്ക് ഡോക്കർ ഫയൽ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിന് എൻ്റെ റെപ്പോസിറ്ററിയിൽ തന്നെ ഉണ്ട്. ഞാനിവിടെ റെപ്പോസിറ്ററിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ട്രാവൽ ആപ്പ് കാണണം. ട്രാവൽ ആപ്പ്, ഓക്കെ, ജാങ്കോ ട്രാവൽ ആപ്പ് ഇവിടെ ഉണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഡോക്കറൈസ് ചെയ്യാൻ, ഇത് ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ഒക്കെയുള്ള ഡാറ്റാബേസും അതിൻ്റെ ഫ്രണ്ട് എൻഡും ഒക്കെ ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലോൺ ചെയ്യാൻ വേണ്ടി അതിൻ്റെ URL എടുത്തു. ഇവിടെ ഗിറ്റ് ക്ലോണ് ഞാൻ എന്ത് ചെയ്യുന്നു, ആ കമാൻഡ് കൊടുക്കുന്നു. ഓക്കെ, നമ്മുടെ ആ റെപ്പോസിറ്ററി ഇപ്പോൾ ഇങ്ങോട്ട് ക്ലോൺ ചെയ്ത് വന്നിട്ട് കണ്ടോ, ജാങ്കോ ട്രാവൽ ആപ്പ് ഇവിടെ ഉണ്ട്. ഓക്കെ, CD ജാങ്കോ, ഞാൻ അതിൻ്റെ അകത്ത് കയറുന്നുണ്ട്. LS അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്തുള്ള ഡയറക്ടറികളും manage.py പോലത്തെ ഫയലുകളും കാര്യങ്ങളും നമ്മുടെ ഫ്രണ്ട് എൻഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ്, അതിൻ്റെ സ്റ്റാറ്റിക് ഫയലുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഞാനപ്പോൾ ഇത് ഡോക്കർ ഫയൽ ചെയ്യാൻ പോവാണ്. PI ഡോക്കർ ഫയൽ എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ പറയുക, നമ്മൾ ഇനീഷ്യൽ ടൈമിൽ എന്താണ് പറഞ്ഞിരുന്നത്, ശരിക്ക് ഡോക്കറൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു അപ്ലിക്കേഷൻ അല്ലേ, അപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട എൻ്റയർ കാര്യങ്ങൾ, അതിൻ്റെ ഡിപ്പെൻഡൻസീസ്, ഓക്കെ, അതിൻ്റെ റിക്വയർമെൻറ്റ്സ്, ലൈബ്രറീസ്, എൻ്റയർ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പാക്കേജ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഈ ലാപ്ടോപ്പിൽ അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഒരു സെർവറിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എൻ്റെ ഒരു ജാങ്കോ പ്രൊജക്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ജാങ്കോ പ്രൊജക്റ്റ് ആണെന്ന് വിചാരിക്കുക. എൻ്റെ ജാങ്കോ പ്രൊജക്റ്റ് ഇരിക്കുന്നത് എൻ്റെ ഈ ലാപ്ടോപ്പിലാണ്. ഓക്കെ, അപ്പോൾ ഈ ജാങ്കോ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും, ജാങ്കോ എന്ന് പറയുന്നത് ഒരു പൈത്തൺ ഫ്രെയിം വർക്കാണ്, ഒരു വെബ് ഡെവലപ്മെൻറ്റ് ഫ്രെയിം വർക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, എൻ്റെ സെർവറിൽ ഫസ്റ്റ് പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കും. കാരണം ജാങ്കോ ഫ്രെയിം വർക്ക് എനിക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റിക്വയർമെൻറ്റ്, ഒരു ഡിപ്പെൻഡൻസിയാണ് ഇത്, പൈത്തൺ വേണം. അപ്പോൾ ഞാൻ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് പൈത്തണിൻ്റെ പാക്കേജ് മാനേജർ പിപ്പ്, ഇതെല്ലാം നമ്മൾ പ്രൊജക്റ്റ് ചെയ്തപ്പോൾ ക്ലിയർ ആയിട്ട് നമ്മൾ ചെയ്തിരുന്നത് പിപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ, പിപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു സ്പെസിഫിക് ഒരു വിർച്വൽ എൻവയോൺമെൻറ്റിൽ നമ്മുടെ ജാങ്കോ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ VENV വിർച്വൽ എൻവയോൺമെൻറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റാണ് നമ്മൾ എന്ത് ചെയ്തത്, അതിൻ്റെ അകത്ത് ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ എന്ത്
റിക്വയർമെൻറ്റ്സും നമ്മളുടെ അപ്ലിക്കേഷന് ഈ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അതിൻ്റെ എൻവയോൺമെൻറ്റ്. അപ്പോൾ ഞാൻ ഈ ഒരു അപ്ലിക്കേഷൻ ഞാൻ ഡോക്കർ ഫയൽ ചെയ്യണമെങ്കിൽ, ഓക്കെ, ഡോക്കർ ഫയൽ ഞാൻ ഇൻസ്ട്രക്ഷൻസ് എഴുതുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഡോക്കർ ഫയൽ അല്ലാണ്ട് ഡോക്കർ നമ്മൾ എന്താ ചെയ്യുന്നത്? അപ്ലിക്കേഷന് വേണ്ട എൻ്റയർ പാക്കേജ് അല്ലാണ്ട് എൻ്റയർ എൻവയോൺമെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ഷിഫ്റ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ ഡോക്കർ ഫയലിൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്യണം? പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യണം അല്ലേ? അതുപോലെ പിപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം, റൈറ്റ്? അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യണം? വിർച്വൽ എൻവയോൺമെൻറ്റ് ഞാൻ സെറ്റ് ചെയ്യണം. നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്യണം? ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്യണം. ഇനി എൻ്റെ അപ്ലിക്കേഷന് ഇതിലും കൂടുതൽ ഡിപ്പെൻഡൻസീസ് റിക്വയർമെൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം എവിടെ വേണം? നമ്മുടെ ഡോക്കർ ഫയലിൽ വേണം. എന്നാലേ നമ്മൾക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? ഇവിടെയുള്ള സെയിം എൻവയോൺമെൻ്റ് ഉള്ള ഒരു ഡോക്കർ ഇമേജ് നമ്മൾക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, ആ ഇമേജ് റൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് ഈ അപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്ന ഒരു കണ്ടെയ്നർ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരണം, റൈറ്റ്? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ നമ്മുടെ ഡോക്കർ ഫയലിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഈ ഒരു കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തൊരു സെർവറുണ്ട്. ഓക്കെ, ഞാൻ ഈ ഒരു വെബ് ഡെവലപ്മെൻറ്റ് ഈ ഒരു ജാങ്കോ പ്രൊജക്റ്റ് ചെയ്ത സെർവറാണ് ഈ കാണുന്ന സെർവർ. ഞാൻ അതിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ജസ്റ്റ് കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ പൈത്തൺ ഏതാണ് ഇതിൻ്റെ ജാങ്കോ വേർഷനൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി, കാരണം ഒരുപാട് മുന്നേ ചെയ്തിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ പൈത്തൺ 3 വേർഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം പൈത്തൺ 3.12.3 ആണ് വേർഷൻ. LS അടിച്ചു കഴിഞ്ഞാൽ CD പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഡയറക്ടറിയിൽ LS കണ്ടോ, നമ്മളുടെ വിർച്വൽ എൻവയോൺമെൻറ്റ് ഇവിടെ ഉണ്ട്. ട്രാവൽ എന്ന് പറയുന്ന നമ്മളുടെ പ്രൊജക്റ്റ് ഡയറക്ടറി ഉണ്ടാവും അവിടെ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മുന്നായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? LS നമുക്ക് എന്ത് ചെയ്യണം? നമ്മളുടെ വിർച്വൽ എൻവയോൺമെൻറ്റ് ജസ്റ്റ് ആക്ടിവേറ്റ് ആക്കണം അല്ലേ? ഇതെല്ലാം നമ്മൾ ചെയ്ത കാര്യങ്ങളാണ്. ആക്ടിവേറ്റ് ആക്കി കാണാം, ഇവിടെ കാണാം നമ്മുടെ വിർച്വൽ എൻവയോൺമെൻറ്റ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ജാങ്കോ അഡ്മിൻ -- വേർഷൻ. ജാങ്കോൻ്റെ വേർഷൻ എത്രയാണ്? 5.1.3 ആണ്. ഓക്കെ, അപ്പോൾ സെയിം വേർഷൻ വരുന്ന ജാങ്കോ തന്നെയാണ് ഞാൻ എവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഡോക്കർ ഫയൽ അല്ലാണ്ട് നമ്മുടെ ഡോക്കർ കണ്ടെയ്നറിൻ്റെ അകത്ത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്ത് വേണം? നമുക്കൊരു ബേസ് ഇമേജ് വേണം അല്ലേ? ബേസ് ഇമേജ് ഞാൻ പൈത്തൺ 3.2 സ്ലിം ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സ്ലിം ആകുമ്പോൾ കുറച്ചും കൂടി MB കുറവായിരിക്കും, അതുകൊണ്ട് ഞാൻ സ്ലിം യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യണം? വർക്ക് ഡയറക്ടറി സെറ്റ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ വർക്ക് dir ഞാൻ എന്ത് കൊടുക്കുന്നുണ്ട്? ആപ്പ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? റൺ എന്ന് പറയുന്ന ഒരു കീവേഡ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് apt get update അതുപോലെ തന്നെ apt അപ്ഗ്രേഡും ചെയ്യുന്നുണ്ട്. ഓക്കെ, -y അതായത് yes or no ചോദിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക് yes എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ -y കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആ -y മനസ്സിലായല്ലോ. നമ്മൾ നോർമലി apt get update ഒക്കെ അടിക്കുമ്പോൾ നമ്മളോട് ഒരു മിഡിൽ എത്തുമ്പോൾ ചോദിക്കും do you want to continue എന്നൊക്കെ. അപ്പോൾ അവിടെ നമ്മൾ യെസ് ടൈപ്പ് ചെയ്യാറാണ്. ആ ടൈപ്പ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കലി യെസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രോംപ്റ്റ് കൊടുത്തത്. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം നമുക്ക് ചെയ്യേണ്ടത് പിപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം അല്ലേ? ഇപ്പോൾ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ പൈത്തൻ്റെ ഒരു ഇമേജ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് അതിൽ എന്ത് ചെയ്യണം? പിപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റൺ കീവേഡ് യൂസ് ചെയ്യുന്നുണ്ട്. apt ഇൻസ്റ്റാൾ നമുക്ക് എന്ത് ചെയ്യണം? പൈത്തൺ 3 പിപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. അതുപോലെ തന്നെ പൈത്തൺ 3 venv വിർച്വൽ എൻവയോൺമെൻറ്റ് വിർച്വൽ എൻവയോൺമെൻറ്റ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്യണം. ജാങ്കോ ആണ് എന്ത്? ഒരു റിക്വയർമെൻറ്റ്സ്. അപ്പോൾ ഇവിടെ ഒരു റിക്വയർമെൻറ്റ്സ് എനിക്കുള്ളൂ, ജാങ്കോ. മേ ബി നമ്മുടെ പ്രൊജക്റ്റിൽ ഒരുപാട് റിക്വയർമെൻറ്റ്സ് ഉണ്ടായിരിക്കും, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത് ഓരോന്നും 1 by 1 ആയിട്ട് ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് പകരം ഒരു ബെസ്റ്റ് പ്രാക്ടീസ് എന്താണ്? നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കോഡ് നമ്മുടെ സോഴ്സ് കോഡൊക്കെ ഇരിക്കുന്ന അവിടെ തന്നെ മറ്റൊരു ഫയലും കൂടി ക്രിയേറ്റ് ചെയ്യാം. requirements.txt. ഓക്കെ, requirements.txt ഞാൻ എന്താ കൊടുക്കുന്നത്? ഞാൻ എൻ്റെ റിക്വയർമെൻറ്റ്സ് ജാങ്കോ ഏതാണ്? ജാങ്കോയുടെ വേർഷൻ ഞാൻ കൊടുക്കുന്നുണ്ട്. ജാങ്കോ 5.1.3 ആണ് നമ്മളവിടെ നോക്കിയത്. അത് ഞാൻ ജസ്റ്റ് കൊടുത്തു. ഓക്കെ,
ഇനി എനിക്ക് വേറെയും ഒരുപാട് റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴോട്ട് ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാനും കുറച്ചും കൂടി ബെറ്റർ ആണ്. അപ്പോൾ ഈ റിക്വയർമെൻറ്റ്സ് ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്യാൻ എന്താ ചെയ്യുന്നത്, ഇവിടെ റൺ pip3 install -r requirements.txt. ഞാൻ ആ ഒരു ഫയലാണ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, requirements.txt. ഓക്കെ, ഇങ്ങനെ നമ്മൾ റിക്വയർമെൻറ്റ്സ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ, ഇപ്പോൾ ജാങ്കോ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ജാങ്കോൻ്റെ ഒരുപാട് ക്യാഷെ ഫയലുകളും ക്യാഷെ ഡയറക്ടറികളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊന്നും നമ്മളുടെ കണ്ടെയ്നറിൻ്റെ അകത്തോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ -no cache dir, no cache dir -r requirements.txt. ഓക്കെ, ഞാനിങ്ങനെ കൊടുത്തു. ഓക്കെ, നോ ക്യാഷ് ഡി ഐ ആർ എന്നുള്ളതിന് ആ ഒരു ക്യാഷ് കാര്യങ്ങൾ നമ്മുടെ കണ്ടെയ്നറിലോട്ട് വേണ്ട എന്നുള്ള രീതിയിലാണ് നോ ക്യാഷ് ഡി ഐ ആർ എന്ന് കൊടുത്തത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പോൾ നമ്മൾ പൈത്തൺ പിപ്പ് ഇൻസ്റ്റാൾ ചെയ്തു, വിർച്വൽ എൻവയോൺമെൻറ്റ് ഇൻസ്റ്റാൾ ചെയ്തു, pip3 ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, requirements.txt ഫയലും ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ requirements.txt അകത്ത് നമ്മുടെ ജാങ്കോ ഇരിക്കുന്നുണ്ടല്ലേ, അപ്പോൾ ജാങ്കോ ഇവിടെ ഓട്ടോമാറ്റിക് ഇൻസ്റ്റാൾ ആവും. ജാങ്കോയുടെ കൂടെ ഞാൻ വേറെയും റിക്വയർമെൻറ്റ്സ് അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ requirements.txt ഞാൻ എത്ര റിക്വയർമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ടോ അതെല്ലാം എന്ത് ചെയ്യും, ഈ ഒരു ലെയർ എക്സിക്യൂട്ട് ആവുന്ന ടൈമിൽ ഇൻസ്റ്റാളേഷൻ സംഭവിക്കും. നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്യണം, കോപ്പി ചെയ്യണം അല്ലേ, നമ്മുടെ സോഴ്സ് കോഡ് കണ്ടെയ്നറിൻ്റെ അകത്തോട്ട് ഞാൻ കോപ്പി ചെയ്തു. അടുത്തത് ഞാൻ എന്ത് ചെയ്യണം, എക്സ്പോസ്, അതായത് ജാങ്കോൻ്റെ പോർട്ട് ഓൾവേസ് വരുന്നത് 8000 ആയിരിക്കും. അപ്പോൾ ബൈ ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു പോർട്ടിനെ ഞാനിവിടെ കൊടുത്തു. നെക്സ്റ്റ് ആണ് എന്ത് വരുന്നത്, CMD വരുന്നത്. ഓക്കെ, CMD ഒന്നും കൂടി നമുക്ക് ക്ലിയർ ആവുന്നത് ഇവിടെയാണ്. നമ്മൾ നോർമലി നമ്മളുടെ സെർവറിൽ നമ്മൾ എന്താ ചെയ്തിരുന്നത്, ഏത് കമാൻഡാണ്, പൈത്തൺ ഡെവലപ്മെൻറ്റ് സെർവർ റൺ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തത് python3 manage.py റൺ സെർവർ അല്ലേ, നമ്മൾ ഈ ഒരു കമാൻഡ് യൂസ് ചെയ്തിരുന്നത്. അത് ഇൻ്റർനെറ്റിൽ നിന്നും 0.0.0 നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു പോർട്ട് നമ്പർ കൊടുത്തിരുന്നു. ഓക്കെ, എറർ, ഓക്കെ സോറി, CD ട്രാവൽ പ്രൊജക്റ്റ് ഡയറക്ടറിയിൽ കയറി ഞാൻ എന്ത് ചെയ്തു, സെയിം കമാൻഡ് റൺ ചെയ്തു. കണ്ടോ, ഇപ്പോൾ നമുക്ക് എന്ത്, നമ്മുടെ ഡെവലപ്മെൻറ്റ് സെർവർ ഇവിടെ റണ്ണിങ് ആണ്, ആസ് ഓഫ് നോ റണ്ണിങ് ആണ്. ഞാൻ ഈ ഒരു IP എടുക്കുന്നുണ്ട്. ഓക്കെ, ഈ IP നമുക്ക് 8000 കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമ്മളുടെ ജാങ്കോ ഫ്രെയിംവർക്ക് ഉപയോഗിച്ച എന്ത് കിട്ടുന്നുണ്ട്, നമ്മുടെ ആപ്ലിക്കേഷൻ നമുക്ക് ബ്രൗസറിൽ അവൈലബിൾ ആണല്ലേ. ഇതാണ് നമ്മൾ എവിടെ കൊടുക്കുന്നത്, CMDക്ക് അകത്ത് കൊടുക്കുന്നത്, അതായത് നമ്മുടെ ജാങ്കോ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ആ ഒരു ആർഗ്യുമെൻറ്റ്. ഓക്കെ, ഞാനിത് ക്ലോസ് ചെയ്തു. നമ്മുടെ ഡെവലപ്മെൻറ്റ് സെർവർ ഞാൻ എന്ത് ചെയ്തു, എക്സിറ്റ് ചെയ്തു. ഓക്കെ, CMDക്ക് അകത്ത് ഞാൻ എന്ത് ചെയ്യുന്നത്, ഡബിൾ കോഡ്സിൻ്റെ അകത്ത് python3 ഫോർമാറ്റ് സെപ്പറേറ്റ് ചെയ്യുന്നു, manage.py വീണ്ടും സെപ്പറേറ്റ് ചെയ്യുന്നു, റൺ സെർവർ അല്ലേ, റൺ സെർവർ സെപ്പറേറ്റ് ചെയ്യുന്നു, 0.0. നമ്മുടെ ഔട്ടർ വേൾഡ് ഇൻ്റർനെറ്റിന് ഞാൻ എന്ത് ചെയ്യുന്നു, റെപ്രസെൻ്റ് ചെയ്യുന്നു, പോർട്ട് നമ്പർ 8000 കൊടുത്തു. ഓക്കെ, നമ്മുടെ CMDയും എന്തായി ഇപ്പോൾ. ഓക്കെ, ഞാൻ അത് സേവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, docker build -t ജാങ്കോ ആപ്പ് എന്ന് കൊടുക്കുന്നുണ്ട്, ജാങ്കോ ആപ്പ് വേർഷൻ 1. ഓക്കെ, ഡോക്കർ ഫയൽ എവിടെ ഞാൻ പറഞ്ഞു കൊടുത്ത് ബിൽഡ് ചെയ്യുന്നു. ഓക്കെ, ബിൽഡിങ്ങിൻ്റെ ടൈമിൽ നമുക്ക് കാണാം ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അതായത് നമ്മളുടെ ഫ്രം ഉപയോഗിച്ചിട്ട് നമ്മളുടെ ബേസ് ഇമേജ് എന്ത് ചെയ്യുന്നുണ്ട്, പുള്ളി ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് അല്ലേ, ലോഡ് ബിൽഡ് കോണ്ടെക്സ്റ്റ് കണ്ടോ. നെക്സ്റ്റ് എന്താണ് നമ്മൾ ആ ലെയറിൽ കൊടുത്തിട്ടുള്ളത്, നമ്മുടെ ഡോക്കർ ഇമേജിൽ. അങ്ങനെ ഓരോ ലെയറും 1 by 1 ആയിട്ട് ഇവിടെ എന്താവും, എക്സിക്യൂട്ട് ആവുന്നുണ്ട്. കണ്ടോ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അതിൻ്റെ എൻ്റെ കാര്യങ്ങൾ ഇവിടെ കാണാം. കണ്ടോ, വർക്ക് dir നമ്മുടെ റൺ apt get അപ്ഡേറ്റ് അവിടെ എക്സിക്യൂട്ട് ആവുന്നുണ്ട്. ഇവിടെ ഒരു ഇഷ്യൂ വന്നു, apt get അപ്ഡേറ്റ് ആൻഡ് apt get അപ്ഡേറ്റ് വൈ റൺ apt install python3 pip vnb failed to solve process/bin apt get update and apt get update -y did not complete successfully exit code 100. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഡോക്കർ ഫയലിൽ apt get അപ്ഡേറ്റ് apt update അടിച്ച് നോക്കാം. apt update
ആപ്റ്റ് അപ്ഡേറ്റ്. അതുപോലെ വേറെ എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ നോക്കാം. ആപ്റ്റ് അപ്ഡേറ്റ്, ആപ്റ്റ് അപ്ഗ്രേഡ് -y, ആപ്റ്റ് ഇൻസ്റ്റാൾ പൈത്തൺ 3. ഓക്കെ ഓക്കെ നമുക്ക് ഇവിടെ വേറൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അതായത് നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, requirements.txt ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മളുടെ എൻ്റയർ സോഴ്സ് കോഡ് കോപ്പി ചെയ്യുന്നതിൻ്റെ മുന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, കോപ്പി requirements.txt നമുക്ക് ഈ ഡയറക്ടറിലോട്ട് ഫസ്റ്റ് കോപ്പി ചെയ്യണം. എന്നാലും നമുക്ക് ആ ഒരു ഫയലോട് ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോസിബിൾ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ വിട്ടുപോയ കാര്യമാണ്. ജസ്റ്റ് അതും കൂടെ മെൻഷൻ ചെയ്തു. ഒരു തവണയും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ബിൽഡ് എടുത്ത് നോക്കാം. ഡോക്കർ ബിൽഡ് -t. ഓക്കെ, run apt update, solve process bin /apt update upgrade -y did not complete successfully, exit code 100. They have been ignored or old ones used instead. Some index files failed to download. Maybe ഈ ഒരു ഇഷ്യൂ നമ്മളുടെ എന്താ പറയുക, ഡോക്കർ ഫയലിൽ നമ്മളുടെ പൈത്തൺ ഇമേജ് ഓൾഡ് വെർഷൻ ആയതുകൊണ്ടാകാം. ഞാൻ മേ ബി ഈ ഒരു പൈത്തൺ ഫയൽ 3.12 സ്ലിം ആക്കുന്നുണ്ട്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്താണ് ഇഷ്യൂ എന്നൊന്നും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ഇമേജ് എടുക്കുന്നുണ്ട്, ഇൻറ്റേർണൽ ലോഡ് കോണ്ടാക്ട്സ്, റൺ ആപ്റ്റ് അപ്ഡേറ്റ്. ഇവിടെ ആയിരുന്നു നമുക്കൊരു ഇഷ്യൂ വന്നിരുന്നത്. ഓക്കെ, ഇൻസ്റ്റാൾ. ഓക്കെ, റൺ ആപ്റ്റ് അപ്ഡേറ്റ് ആൻഡ് അപ്ഗ്രേഡ്, റൺ ആപ്റ്റ് ഇൻസ്റ്റാൾ പൈത്തൺ 3 pip പൈത്തൺ 3venv. ഓക്കെ, പൈത്തൺ 3 pip. ഇപ്പോൾ നമുക്ക് വന്നത് ആപ്റ്റ് ഇൻസ്റ്റാൾ പൈത്തൺ 3 pip പൈത്തൺ 3venv ഡിഡ് നോട്ട് കംപ്ലീറ്റ് സക്സസ്ഫുള്ളി, എക്സിറ്റ് കോഡ് 1 ആണ്. അതായത് കുറച്ച് എന്ത് ചെയ്തു, കാര്യങ്ങൾ മാറി വന്നു അല്ലേ. പുതിയ എററാണ് ഇപ്പോൾ കിട്ടിയത്. venv നമുക്ക് ഇവിടെ തന്നെ എന്ത് ചെയ്യാം, ആൻഡ് പ്രസൻറ്റ് നെക്സ്റ്റ് ലൈനിൽ നമുക്ക് ആപ്പ് ക്ലീൻ കൊടുക്കാം. ക്ലീൻ. ഓക്കെ, ഇതും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ടെസ്റ്റ് ചെയ്ത് നോക്കാം. സെയിം എറർ, did not complete successfully, exit code 1. Okay. Disk space will be used. Do you want to continue? Yes or no? About ആയിട്ടുണ്ട്. Run apt install. ഓക്കെ, അതായത് യെസ് ഓർ നോ എന്തായിട്ടുണ്ട്, നമ്മളിവിടെ ആപ്റ്റ് ഇൻസ്റ്റാൾ -y യെസ് ഓർ നോ അവിടെ കണ്ടോ, നമ്മൾ ഓട്ടോമാറ്റിക് യെസ് ഓർ നോ കൊടുക്കാത്തത് കൊണ്ട് അബോട്ടായി പോയിട്ടുണ്ട്. ഓക്കെ, ഞാനിവിടെ എന്ത് ചെയ്തു, ഓട്ടോമാറ്റിക് യെസ് എടുക്കണം എന്ന് പറഞ്ഞു കൊടുത്തു. ആപ്റ്റ് ഇൻസ്റ്റാൾ -y പൈത്തൺ pip 3. ഓക്കെ, നമുക്കൊന്ന് ബിൽഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ആപ്റ്റ് ഇൻസ്റ്റാൾ -y പൈത്തൺ 3 pip ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. ആപ്റ്റ് ക്ലീൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ആ ഒരു യെസ് ഓർ നോ കൊടുക്കാത്ത ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഓക്കെ, അത് അബോട്ടായി പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പ്രോപ്പറായിട്ട് എന്ത് നടക്കുന്നുണ്ട്, നമ്മളുടെ ഇമേജ് ബിൽഡ് ചെയ്യുന്നുണ്ട് അല്ലേ. നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അതായത് അതിൻ്റെ പാക്കേജും കാര്യങ്ങളെല്ലാം എന്തുണ്ട്, പ്രോസസ്സ് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എറർ, റൺ pip 3 ഇൻസ്റ്റാൾ -no cache dir requirements.txt, invalid requirement Django 5.1.3, expected error and or semicolon. ഓക്കെ, അതെന്താണെന്നും കൂടെ നമുക്ക് നോക്കാം. അതിൻ്റെ മുന്നേ എൻ്റെ റെപ്പോസിറ്ററിയിൽ വന്നു കഴിഞ്ഞാൽ ഇതിലൊരു requirements.txt ഫയൽ കാണാം. അതിൽ നമ്മൾ എങ്ങനെയാണ് എഴുതിയെന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് എററുകൾ നമുക്ക് വരും. അപ്പോൾ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിക്സ് ചെയ്തിട്ടാണ് പോകുന്നത്. 2-tier Django ആപ്പ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ എഴുതിയൊരു requirements.txt ഉണ്ട്. requirements.txt Django കണ്ടോ, ഇതിൻ്റെ അകത്ത് ഞാൻ ഒരുപാട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 ഈക്വൽ ഇടണം, അത് നമ്മൾ അവിടെ വിട്ടുപോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു എററും കൂടെ എന്ത് ചെയ്യാം,
സോർട്ട് ഔട്ട് ചെയ്യാം. ഓക്കെ ഫൈൻ. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും നമ്മളുടെ ഇമേജ് ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് പ്രോസസ്സൊക്കെ എത്രയും പെട്ടെന്ന് നടക്കും, കാരണം ഓൾറെഡി ഇത് അവിടെ ഉള്ളത് കൊണ്ട് കണ്ടോ എക്സ്പോർട്ടിങ് ഇമേജ് കുറച്ചും കൂടി സ്പീഡിൽ, മുന്നത്തേക്കാളും കുറച്ചും കൂടി സ്പീഡിൽ എന്ത് ചെയ്തു ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. അതിൻ്റെ റീസൺ എന്താണ്, നമ്മൾ 2-3 തവണ ഇതിങ്ങനെ ബിൽഡ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ക്യാഷിങ് ആയിട്ട് ഡോക്കറിൽ ക്യാഷായിട്ട് അവിടെ കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്നാണ് ഇപ്പോൾ ലാസ്റ്റ് ടൈം നമ്മൾ റീബിൽഡ് ചെയ്തപ്പോൾ ഒരുപാട് ഇൻപുട്ടുകൾ അവിടെ നിന്നാണ് എടുത്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. കണ്ടോ, നെയിമിംഗ് ടു ഡോക്കർ ജാങ്കോ ആപ്പ് V1 ഫിനിഷ് ആയിട്ടുണ്ട്. ഡോക്കർ ഇമേജസ് എടുത്ത് നോക്കാം. ഡോക്കർ ഇമേജസിൽ ജാങ്കോ ആപ്പ് V1 ഇവിടെ എന്തായിട്ടുണ്ട്, നമുക്ക് അവൈലബിൾ ആണ് അല്ലേ. നമുക്കിത് എന്ത് ചെയ്യാം, ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഡോക്കർ റൺ ജാങ്കോ, അതിൻ്റെ മുന്നേ നമുക്ക് ഡിറ്റാച്ച്ഡ് മോഡിലായിരിക്കണം. പോർട്ട് നമുക്ക് എന്ത് ചെയ്യാം, 8000 ജസ്റ്റ് ബൈൻഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ജാങ്കോ ആപ്പ് V1 വേർഷൻ 1 ഞാൻ കൊടുത്തു, എൻ്റർ അടിച്ചു. ഡോക്കർ PS എടുത്ത് നോക്കി നമുക്ക് എന്ത് കാണാം, നമ്മുടെ ജാങ്കോ ആപ്പ് ആസ് ഓഫ് നോ റണ്ണിങ് ആണ്. ഡോക്കർ ലോഗ്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, വാച്ചിങ് ഫോർ ഫയൽ ചേഞ്ചസ് വിത്ത് ടൈറ്റ് റീലോഡർ. ഓക്കെ, ഡോക്കർ ലോഗ്സ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബ്രൗസറിൽ ഒന്ന് കോൾ ചെയ്ത് നോക്കാം. അതിന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സെർവറിൻ്റെ IP എടുക്കുന്നുണ്ട്. ഡോക്കർ സെർവർ IP എടുത്തു. പോർട്ട് 8000 അല്ലേ, 8000 നമുക്ക് അവൈലബിൾ ആണോ അല്ലേ നോക്കാം. അതിൻ്റെ മുന്നേ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ സെക്യൂരിറ്റി ഗ്രൂപ്പിൽ 8000 പോർട്ട് ഓപ്പൺ ആണോ അല്ലേ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം, ഒന്ന് വെരിഫൈ ചെയ്യണം. അപ്പോൾ 8000 എന്തല്ല, ഓപ്പൺ അല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, അതിലൊരു മോഡിഫിക്കേഷൻ വരുത്തണം. സെക്യൂരിറ്റി ഗ്രൂപ്പ് എടുത്തു, എഡിറ്റ് ഇൻബൗണ്ട് റൂൾസ്, നമുക്ക് എന്ത് ആഡ് ചെയ്യണം, കസ്റ്റമായിട്ട് ഒരു 8000 ആഡ് ചെയ്യണം. എല്ലാവർക്കും എന്തായിരിക്കണം, ആക്സസ് ഞാൻ കൊടുക്കുന്നുണ്ട്, ഇൻ്റർനെറ്റിൽ നിന്നുള്ള ആക്സസ് കൊടുക്കുന്നുണ്ട്. അവിടെ നമ്മൾ മോഡിഫൈ ചെയ്തു. ഒന്നും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ റീഫ്രഷ് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ ജാങ്കോ ആപ്ലിക്കേഷൻ നമുക്ക് അവൈലബിൾ ആയി, കണ്ടെയ്നർ എല്ലാം ഓക്കെയാണ്, ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷേ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്, ഡിസലോഡ് ഹോസ്റ്റ് ആറ്റ്. അതായത് ഇത് എൻ്റെ ജാങ്കോ ആപ്ലിക്കേഷൻ്റെ അകത്ത് വരുന്ന ഒരു എററാണ്. അതായത് ഞാൻ എല്ലാ ഹോസ്റ്റും ഞാൻ അലോ ചെയ്തിട്ടില്ല, ആ ഒരു മിസ്റ്റേക്കാണ് ഇവിടെ വന്നിട്ടുള്ളത്. അത് നമുക്ക് ഇവിടെ സോർട്ട് ഔട്ട് ചെയ്യാം, നമ്മുടെ കോഡിൽ വേണം അത് സോർട്ട് ഔട്ട് ചെയ്യാൻ. ഓക്കെ, അത് ഞാൻ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം. ഇവിടെ കാണിക്കുന്നതിനേക്കാളും ബെറ്ററിൽ ഞാൻ ഇവിടെ തന്നെ കാണിച്ചു തരാം. CD ട്രാവൽ ആപ്പിൽ കയറി കഴിഞ്ഞാൽ LS CD കണ്ടോ, settings.py ഉണ്ട്. VI settings.py വന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ പ്രോഗ്രാമിംഗ് സൈഡിലുള്ള ഒരു എററാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്ന് കണ്ടോ, അലൗഡ് ഹോസ്റ്റ്, ഇത് ഏതോ ഒരു സെർവറിൻ്റെ ഹോസ്റ്റാണ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത്. അതും എൻ്റെ സെർവറിൻ്റെ IPയും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എല്ലാവർക്കും ആക്സസ് കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ ഒരു ചേഞ്ച് കൊണ്ടുവന്നു. ഓക്കെ, സ്റ്റാർ ഇട്ട് കൊടുത്തു. ഏത് സെർവർ ആയാലും ഏത് ഹോസ്റ്റ് ആയാലും അവർക്ക് ആക്സസിബിൾ ആവണം എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ സ്റ്റാർ ഇട്ട് കൊടുത്തു. ഓക്കെ, എന്നിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ എറർ പോകത്തില്ല. കാരണം എന്താണ്, ഞാനിപ്പോൾ ചേഞ്ച് വരുത്തിയത് എവിടെയാണ്, settings.py നമ്മുടെ ലോക്കൽ ഹോസ്റ്റിലാണ് അല്ലേ, നമ്മുടെ ഹോസ്റ്റ് മെഷീനിലാണ്. അപ്പോൾ പുതിയ ചേഞ്ച് വരുത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പുതിയ ബിൽഡ് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, ഡോക്കർ കണ്ടോ, ഡോക്കർ ബിൽഡ് വീണ്ടും ഞാൻ ബിൽഡ് എടുക്കുന്നുണ്ട്. അത് ഞാൻ V2 വേർഷൻ ഞാൻ ചേഞ്ച് ചെയ്തു. അതായത് ഞാനിത് പുതിയ ഇമേജാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്തു, പുതിയ ഇമേജ് കൊടുത്തു. നോ സച്ച് ഫയൽ ഓർ ഡയറക്ടറി, അതായത് നമ്മൾ കയറിയ ട്രാവൽ എന്ന് പറയുന്ന ആ ഒരു ഡയറക്ടറിയിലോട്ട് കയറിയിരുന്ന് അവിടെ എല്ലാം നമ്മുടെ ഡോക്കർ ഫയൽ, അതുകൊണ്ടാണ് ഒരു എറർ വന്നത്. വീണ്ടും ഞാൻ എന്ത് ചെയ്തു, റൺ ചെയ്തു. ഓക്കെ, അപ്പോൾ ഒരുപാട് എററുകൾ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക. സെയിം എററുകൾ നിങ്ങളും ട്രൈ ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ സൈഡിലും വരും. അപ്പോൾ എറർ വരുമ്പോൾ പാനിക് ആവാതെ എന്താണ് എറർ എന്ന് മനസ്സിലാക്കിയിട്ട് ജസ്റ്റ് അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുക. ഡോക്കർ ഇമേജസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം, കണ്ടോ, ഡോക്കർ ആപ്പ് V1 പറയുന്ന വേർഷനുണ്ട്, V2 എന്ന് പറയുന്ന 2 ഇമേജ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഡോക്കർ റണ്ണ് കൊടുക്കാം. ഡോക്കർ
ഡോക്കർ റൺ ഇവിടെ ഓക്കെ, ഇവിടെ V2 എന്ന് കൊടുക്കുന്നുണ്ട്, ഞാൻ റൺ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇവിടെ വന്നൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കിയാൽ കണ്ടോ, ഇപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ വെബ് ആപ്ലിക്കേഷൻ ജാങ്കോയിൽ നമ്മൾ ചെയ്ത ഒരു പ്രൊജക്റ്റ് ആയിരുന്നു ഇത്. ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് നമ്മുടെ വെബിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇത് നമ്മൾ എന്താ ചെയ്തത്, ഡോക്കർ കണ്ടെയ്നർ ആയിട്ടാണ്, അതായത് ഡോക്കർ ഫയൽ ക്രിയേറ്റ് ചെയ്തു, നമ്മുടെ സ്വന്തം ആപ്ലിക്കേഷൻ്റെ ഡോക്കർ ഇമേജ് നമ്മൾ ബിൽഡ് ചെയ്തു. അത് ഞാൻ റൺ ചെയ്തപ്പോൾ നമുക്ക് നമ്മുടെ വെബ് ബ്രൗസറിൽ വെബിൽ നമ്മുടെ ആപ്പ് അവൈലബിൾ ആണ്. സോ നമ്മളിപ്പോൾ 3 കാര്യങ്ങളാണ് ഡോക്കർ ഫയൽ ചെയ്തത്. ഒന്ന് നമ്മുടെ കസ്റ്റം എൻജിനിക്സ് ആപ്പ്, രണ്ടാമത് നമ്മുടെ ജാവ ആപ്പ്, മൂന്നാമത് നമ്മളുടെ ജാങ്കോ. ഓക്കെ, അപ്പോൾ ഡോക്കർ ഫയൽ ചെയ്യുന്ന കാര്യത്തിൽ ഇനിയും സ്റ്റിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് വീണ്ടും എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഒരുപാട് കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടും, എന്താണ് ശരിക്കും ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണെന്നൊക്കെ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പോൾ ഈ ഒരു ജാങ്കോ ഇമേജ് നമ്മുടെ കയ്യിലുണ്ട് അല്ലേ, ജാങ്കോ ഇമേജ് ഒരുപാട് എണ്ണം ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യണം, ഡോക്കർ ഹബിലോട്ടൊക്കെ പുഷ് ചെയ്യണം. അപ്പോൾ അതൊക്കെ ഇനി നമുക്ക് വീണ്ടും വീണ്ടും ട്രൈ ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ ഡോക്കർ നെറ്റ്വർക്കും കാര്യങ്ങളിലോട്ടൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നതൊക്കെ മനസ്സിലാവും. ഓക്കെ, ഇവിടെ ഡോക്കർ PS വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്തുണ്ട്, നമുക്കിത് സ്റ്റോപ്പ് ചെയ്യണം അല്ലേ, ഡോക്കർ സ്റ്റോപ്പ് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ നമ്മൾ എല്ലായ്പ്പോഴും എന്താ ചെയ്യുന്നത്, ഡോക്കർ സ്റ്റോപ്പ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, അതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് ഇപ്പോൾ ഒരുപാട് ഇമേജസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ജാങ്കോ ഇമേജ് ഉണ്ട്, അത് 625 MB ഉണ്ട്, 2 625 MB സൈസ് വരുന്നുണ്ട്. കണ്ടോ, നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ 625 MB സൈസേ വരുന്നുള്ളൂ. അതുപോലെ ഇവിടെയൊക്കെ ഒരുപാട് നമ്മുടെ ഡിസ്ക് സ്പേസ് കൺസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, ഈ ഇമേജസ് എല്ലാം എനിക്ക് ഡിലീറ്റ് ചെയ്യണം, ഓക്കെ, റിമൂവ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്, ഡോക്കർ RMI ഉപയോഗിച്ചിട്ട് ഓരോ കണ്ടെയ്നറിൻ്റെ ID നമ്മൾ 1 by 1 ആയിട്ട് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും. നമുക്ക് ഒരുപാട് കണ്ടെയ്നർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതെല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്നത് ഒരുപാട് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു പരിപാടിയാണ് അല്ലേ. അപ്പോൾ അതിന് ഡോക്കർ PS-AQ എന്നുള്ള കമാൻഡ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഡിസ്പ്ലേ വരും, 2 കണ്ടെയ്നർ ID അവിടെ ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. ഡോക്കർ PS-A വന്നു കഴിഞ്ഞാൽ കണ്ടോ, ഈ 2 ID ആണ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന ഒരു ഷോർട്ട് കമാൻഡാണ് എന്ത്, -A കൂടെ Q കൂടെ ഇട്ട് കഴിഞ്ഞാൽ കണ്ടെയ്നറിൻ്റെ ID മാത്രമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ എനിക്കിത് കുറച്ചും കൂടി സിമ്പിളായിട്ട് ഡോക്കർ RM ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു രീതിയിൽ കൊടുത്ത് ഡോക്കർ PS-AQ. ഓക്കെ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എക്സിറ്റ് ആയ എല്ലാ കണ്ടെയ്നറും ഒരുമിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാൻ പറ്റും. 1 by 1 ആയിട്ട് നമ്മൾ ഓരോന്നും ഇങ്ങനെ റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എനിക്കൊരു 10 കണ്ടെയ്നർ ഉണ്ട് റിമൂവ് ചെയ്യാന്നുണ്ടെങ്കിൽ 10 എണ്ണം ഞാൻ ഡോക്കർ RM അതിൻ്റെ ഒരു കണ്ടെയ്നർ ID കൊടുത്ത് മറ്റേതിൻ്റെ കണ്ടെയ്നർ ID കൊടുത്ത്, അത് ഒരുപാട് tedious ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കമാൻഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ നിന്ന് റിമൂവ് ആയി പോകും. ഓക്കെ, ഡോക്കർ PS-A അടിച്ച് നോക്കി കണ്ടോ, അപ്പോൾ അവിടെ ഒന്നുമില്ല, എല്ലാതും എന്തായി, റിമൂവ് ആയി പോയി. ഡോക്കർ ഇമേജസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇമേജസ് സ്റ്റിൽ അവിടെ ഉണ്ട്. ഓക്കെ, ഇനി ഡോക്കർ RMI നമുക്ക് എന്ത് വേണ്ട, ഈ വേർഷൻ 1 എന്ന് പറയുന്ന ഇമേജിൻ്റെ ആവശ്യമില്ല, ഞാൻ അതെന്ത് ചെയ്തു, റിമൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് നോക്കുക.